ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ലോഗിൻ ചെയ്ത എല്ലാ പ്രിയ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലും പാൻഡത്ത് ഫോർ ദ ലിവിംഗ് വേർഡിന് വേണ്ടിയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ടില്ല. ഇന്നത്തെ നമ്മുടെ മീറ്റിങ്ങിന്റെ ക്രമീകരണങ്ങൾ ഇപ്രകാരമാണ്. പ്രൈസ് ആൻഡ് പ്രെയർ നിർവഹിക്കുന്നത് USA നിന്നും അറ്റ്ലാന്റയിൽ നിന്നും സിസ്റ്റർ LC ബേബിയാണ്. 2 ഗാനങ്ങൾ ആലപിക്കുവാനായിട്ട് ഇന്ന് നമ്മോട് കൂടെ ഉള്ളത് ദോഹയിൽ നിന്നും ബ്രദർ പ്രമോദ് S ജോൺ ആണ്. തുടർന്ന് നമ്മുടെ വിശിഷ്ട അതിഥികളായ ഇവാഞ്ചലിസ്റ്റ് റൂഫസ് ഡാനിയേലും ലിഡിയായും തിമോത്തിയോടൊപ്പം നാം ഇന്ന് കുറച്ച് സമയം ചെലവഴിക്കാൻ പോവുകയാണ്. അവർ പറയുന്ന കാര്യങ്ങൾ തർജിമ ചെയ്യുവാനായിട്ട് നമ്മോട് കൂടെ ഉള്ളത് സഹോദരൻ സാം ജോയ് ആണ്. ഇവർ 3 പേരും ദോഹയില് ഒരേ സഭയിൽ ഉള്ളവരായിരുന്നു, പരിചയക്കാരായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ഇന്ന് തർജിമ ചെയ്യുന്നത്. ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ വേണ്ടി USA നിന്നുമുള്ള സഹോദരി സാറ മാത്യു ആണ് ഇന്ന് നിർവഹിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ആരംഭിക്കാം. പ്രാർത്ഥിക്കുവാൻ വേണ്ടി അറ്റ്ലാന്റയിൽ നിന്നുമുള്ള LC ആന്റിയെ ക്ഷണിക്കുന്നു. താങ്ക് യു റോബൻ, താങ്ക് യു. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, വന്ദിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യഹോവ ഞങ്ങളുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ വരികയില്ലായിരുന്നു. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നീ ഞങ്ങളോട് കാണിക്കുന്ന എല്ലാ ദയയ്ക്കും വിശ്വസ്തയ്ക്കുമായിട്ട് സ്തോത്രം. കർത്താവേ, നിന്റെ പാദപീഠത്തിൽ മുട്ടുകുത്തുവാൻ തക്കണം ഞങ്ങളെ യോഗ്യരാക്കി തീർത്ത കർത്താവായ യേശു ക്രിസ്തുവിനായിട്ട് സ്തോത്രം. സ്വർഗം അവിടുത്തെ സിംഹാസനമാണ്, ഭൂമി അവിടുത്തെ പാദപീഠമാണ്. ആ പാദപീഠത്തിലേക്ക് അടുത്തു വരാൻ പോലും യോഗ്യതയില്ലായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഒരു സമീപനം തന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലെ രക്തമാകിയാൽ സ്തോത്രം. അത് വിശ്വസിക്കാൻ തന്ന വിശ്വാസത്തിനായിട്ട് സ്തോത്രം. കൃപയാലെ വിശ്വാസം മൂലം ദൈവഭവനത്തിൽ ദൈവമക്കളെ വീണ്ടും ജനിക്കുവാൻ തന്ന മഹാപദവിക്കായിട്ട്, ആ വലിയ രക്ഷയ്ക്കായിട്ട്, ആ മഹാസ്നേഹത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ഇതാ ഞങ്ങൾ തിരുമുമ്പാകെ മുട്ടുകുത്തുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മീറ്റിംഗ് തന്നതുകൊണ്ട് സ്തോത്രം. കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെയും പേര് വേറെ തൃപ്പാത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഇവിടെ കൂടി വന്നിരിക്കുന്നതിന് ഉദ്ദേശം സ്തോത്രം. കർത്താവെ, മണിപ്പൂരിലൊക്കെയും വേല ചെയ്യുന്ന കർത്തദാസന്മാരുടെ സാക്ഷ്യങ്ങൾ കേട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒന്ന് ഉരുകുവാൻ, ഒന്ന് തെളിക്കപ്പെടുവാൻ തക്കവണ്ണം നീ സഹായിക്കണം. ആദ്യയോടെ ഞങ്ങളോട് കൂടെ ഇരിക്കണം. ലീഡ് ചെയ്യുന്ന സഹോദരിക്കും അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവർക്കും പറയുന്നവർക്കും എല്ലാം ആവശ്യമായ കൃപ ധാരാളം ആവശ്യമാണ്. കർത്താവ്, ഈ ഭൂഖണ്ഡത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. കർത്താവ്, ചില സ്ഥലത്ത് രാത്രിയാണ്, ചില സ്ഥലത്ത് പകലാണ്. കർത്താവെ, എല്ലാം നീ അറിയുന്നുണ്ട്. സ്തോത്രം. നിന്റെ പാദപീഠത്തെങ്കിൽ വരുമ്പോൾ നിന്റെ മക്കൾ എന്നുള്ള പദവിയോടുകൂടെ അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ അറിയിച്ചുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന ഗ്രൂപ്പിന് ഇത് ആദ്യോടന്തം ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ, യാതൊരു ടെക്നിക്കൽ ഡിസ്റ്റർബൻസും ഇല്ലാതെ ഞങ്ങൾ ഓരോരുത്തരും ആത്മാവിൽ നിറഞ്ഞ് അവലോടെ അവിടുത്തെ സന്നിധിയിൽ കാത്തിരിക്കുകയാണ്. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. താങ്ക് യു LC ആന്റി. നമ്മൾ 147 സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യഹോവയെ സ്തുതിപ്പിൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. ഇന്ന് നമുക്ക് വേണ്ടി 2 അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുവാൻ പോകുന്നത് സ്വർഗീയ നാദം എന്ന ഓൺലൈൻ മിനിസ്ട്രിയുടെ അണിയറയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ദോഹയിലായിരിക്കുന്ന സഹോദരൻ പ്രമോദ് S ജോൺ ആണ് ഇന്ന് നമ്മോട് കൂടെ ആയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഡിസംബർ വരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളും സന്ദേശങ്ങളും ഒക്കെ ആയിട്ട് സ്വർഗീയനാദം എല്ലാ ദിവസവും നമ്മുടെ മുറികളിൽ എത്തിക്കൊണ്ടിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരനായിരുന്നു ഞാൻ. അദ്ദേഹത്തെക്കുറിച്ച് കേട്ടത്, ഈ സ്വർഗീയനാദം ഒരു 5 to 6 മിനിറ്റിന്റെ ഒരു പരിപാടിയാണല്ലോ. അതിനുവേണ്ടി അദ്ദേഹം മിനിമം 8-9 മണിക്കൂർ അതിന്റെ പുറകിൽ പ്രവർത്തിച്ചാണ് ഓരോ വീഡിയോസും പുറത്തു വരുന്നതെന്ന് ഞാൻ കേട്ടു.
സോ അദ്ദേഹത്തെ നമുക്ക് നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ക്രൈസ്തവ ഗാന ലോകത്തിന് അനേക ഗാനങ്ങൾ സംഭാവന ചെയ്ത ഒരു അനുഗ്രഹീത സഹോദരനാണ് പ്രമോദ്. സഹോദരന്റെ അനേക ഗാനങ്ങൾ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. സോ സഹോദരൻ പ്രമോദ് എസ് ജോണിനെ പാൻഡത്ത് ഫോർ ദ ലിവിംഗ് വേർഡിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു യു പ്രമോദ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന നല്ലൊരു സായന സമയം നമുക്ക് ഒരുമിച്ചായിരിക്കാൻ വലിയവനായ ദൈവം നമ്മെ ഇടയാക്കിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെയും ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്ത പാൻഡത്ത് ഫോർ ദ ലിവിംഗ് വേർഡ് എന്ന ഈ സൂം പ്ലാറ്റ്ഫോമിലെ എല്ലാ പ്രവർത്തകർക്കും ദൈവനാമത്തിൽ എൻ്റെയും നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മെ കൈവിടാത്ത ഒരു ദൈവം. ഉറ്റവരൊക്കെ നമ്മളെ കൈവിടും, കൂട്ടുകാരൊക്കെ നമ്മളെ കൈവിടും. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പരിപരുത്ത അവസ്ഥകളിലും ഏത് ഒറ്റപ്പെടലിൻ്റെ അവസ്ഥകളിലും നമ്മോടൊപ്പം നിൽക്കുന്ന ഒരു ദൈവം, അതാണ് നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം. ആ ദൈവത്തെ പ്രകീർത്തിക്കുന്ന ഒരു ഗാനമാണ് ഞാൻ ആദ്യമായിട്ട് ആലപിക്കുവാനായിട്ട് പോകുന്നത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? അമ്മ മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. അമ്മ മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? കാക്കയാലാഹാരം നൽകിയവൻ, കാടപ്പക്ഷികളാൽ പോറ്റിയവൻ. കാക്കയാലാഹാരം നൽകിയവൻ, കാടപ്പക്ഷികളാൽ പോറ്റിയവൻ. കാണുന്നവൻ എല്ലാം അറിയുന്നവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ. കാണുന്നവൻ എല്ലാം അറിയുന്നവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ, മാറയെ മധുരമായി തീർത്തവൻ. മരുഭൂമിയിൽ
മഹത്വത്തിലെന്നെ ചേർക്കുന്നവൻ, മാറാത്തവൻ, ചിറകിൽ മറയ്ക്കുന്നവൻ, മഹത്വത്തിലെന്നെ ചേർക്കുന്നവൻ. ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ? അമ്മ മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. അമ്മ മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ? നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ നന്മകൾക്കും നാം എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. നമ്മെ അങ്ങനെയാണ് ദൈവം പഠിപ്പിക്കുന്നത്. അപ്രകാരം ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും ദൈവം നമ്മൾക്ക് ചെയ്ത നന്മകളെ ഓർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തിന് പാടാം. നന്ദിയാൽ നിറയുന്നു എൻ അന്തരംഗം എന്ന് തുടങ്ങുന്ന ഗാനം ആലപിക്കാം. നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെയോർത്ത്. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെയോർത്ത്. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുന്നിൽ. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുന്നിൽ. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. വേണ്ടെന്നു കാതിൽ പറഞ്ഞവൻ എന്നെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു.
കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെയോർത്ത്. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെയോർത്ത്. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞുപോയി. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞുപോയി. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ ചാരയുണ്ട്. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ ചാരയുണ്ട്. ആരാധന 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 ആരാധന. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെയോർത്ത്. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം, മനമേ നടത്തിയ വിധങ്ങളെയോർത്ത്. ഈ അനുഗ്രഹീത ഗാനങ്ങൾ ആലപിച്ച സഹോദരൻ പ്രമോദ് എസ് ജോണിനോടുള്ള നന്ദി പ്രത്യേകിച്ച് എൻ്റെ ഭാഗത്തു നിന്നും പാൻഡത്ത് ഫോർ ദ ലിവിംഗ് വേർഡിന്റെ പേരിലും ഞാൻ ഈ സമയത്ത് അർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ ആത്മീയ ശുശ്രൂഷകളെയും നമുക്ക് വരുന്ന ദിവസങ്ങളിലും പ്രാർത്ഥനകളിൽ ഓർക്കാം. അദ്ദേഹത്തിന്റെ പാട്ടുകളും യൂട്യൂബിൽ അവൈലബിൾ ആണ്. സോ എല്ലാവരും പ്രാർത്ഥനയിലും നമ്മുടെ ഈ പ്രിയ സഹോദരനെ ഓർക്കുകയും അതുപോലെ പാൻഡത്ത് ഫോർ ദ ലിവിംഗ് വേർഡിന്റെ പേരിൽ ഒരു പ്രാവശ്യം കൂടെ നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അടുത്തതായിട്ട് നമ്മുടെ മെയിൻ സെഷനിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. Now we will start our meditation session now. ഇനി നമുക്ക് അല്പസമയം ധ്യാനപരമായിരിക്കുന്ന ചില ചിന്തകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. The portion or the verse which I had the Lord wanted me was John 16:33. ഇന്ന് നിങ്ങളോടൊപ്പം പങ്കെടുക്കുവാൻ തക്കൊണ്ട് ദൈവം എനിക്ക് നൽകി തന്ന വേദഭാഗം എന്നുള്ളത് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യമാണ്. In the world ye shall have tribulation, but be of good cheer, I have overcome the world. The verse again, please. John 16:33. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. I encourage many believers here because the preaching these days is like this: if God loves you, if God blesses you, it's everything cakewalk, it's prosperous, etc. ഞാൻ ഇപ്രകാരം സഹോദരനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ പല പ്രസംഗങ്ങളും
ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് സകല സമൃദ്ധികളും ദൈവം തരുന്നു. അങ്ങനെ ഒരു സുഖ ജീവിത ശൈലിയെക്കുറിച്ചാണ് പറയാറ്. Here, many people say, "Oh, I don't have a car. Okay, I'm following the Lord." They always keep complaining for things which they don't have. ഞാൻ ദൈവത്തെ പലരും പറയാറുണ്ട്, ഞാൻ ദൈവത്തെ അനുഗമിക്കുന്നു, എനിക്കൊരു വാഹനം, നല്ലൊരു വാഹനമില്ല, അല്ലെങ്കിൽ സൗകര്യങ്ങളില്ല. എപ്പോഴും ഒരു പരാതികളുടെ പറച്ചിലാണ് എപ്പോഴും. But the bottom line for a Christian life is, see, John 16:33, "In the world ye shall have tribulation, but be of good cheer, I have overcome the world." എന്നാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു അടിസ്ഥാന തത്വം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് 16:33. ലോകത്തിൽ കഷ്ടമുണ്ട്, എന്നാൽ ധൈര്യപ്പെടുകയും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. Our role model is no one else except Jesus Christ. നമ്മുടെ മാതൃകാ പുരുഷൻ എന്നുള്ളത് മറ്റാരുമല്ല, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു മാത്രമാണ്. So when we have that attitude or the remembrance that he has overcome, so what is the need for me to be worrying? അതുകൊണ്ട് ദൈവമക്കൾ എന്നുള്ളതിൽ നമ്മുടെ മനോഭാവം എന്നുള്ളത്, നമ്മുടെ കർത്താവ് അതിനെ അതിജീവിച്ചു എങ്കിൽ എനിക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആ നിലയിലായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. See, a translation in the dictionary or Google says tribulation means great trouble or suffering. അവിടെ കഷ്ടം, അല്ലെങ്കിൽ ആ ട്രിബുലേഷൻ എന്ന് പറഞ്ഞ പോലെ കഷ്ടം അല്ലെങ്കിൽ പ്രയാസം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ജീവിതത്തിൽ നേരിടുന്ന വലിയ ബുദ്ധിമുട്ടുകൾ, വലിയ പ്രശ്നങ്ങൾ എന്നുള്ള നിലയിലാണ്. So most of the time when the tribulation or the trouble comes in different forms like health issues, financial problems, or any other emotional breakdowns or discouragements, we tend to lose heart. പലപ്പോഴും ഈ കഷ്ടങ്ങൾ നേരിടുന്നത് വ്യത്യസ്ത നിലകളിലായിരിക്കാം. ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് നഷ്ടമായിരിക്കാം, രോഗത്തിന്റെ അവസ്ഥയിലായിരിക്കാം, ശാരീരിക പ്രശ്നങ്ങളായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ രീതിയിലായിരിക്കാം ഒരുപക്ഷെ ജീവിതത്തിലെ കഷ്ടങ്ങൾ കടന്നു വരുന്നത്. Because people, or mostly nowadays the believers, are not willing to accept, if God allows me to go through a trouble, I should take it as a challenge. No, they don't want to accept it. ഇന്ന് വിശ്വാസികൾക്ക് വരുന്ന ഒരു പ്രശ്നം എന്നുള്ളത്, ഇത് ദൈവം എനിക്ക് അനുവദിച്ചതാണോ, ഈ ഒരു വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കണം എന്നുള്ളതിന് മുമ്പിൽ അത് ഏറ്റെടുക്കുവാൻ മനസ്സില്ലാത്ത അവസ്ഥയിൽ വിശ്വാസികളായി പോകാറുണ്ട്. Because they don't want to accept it, they get discouraged and ultimately get angry with God. അതുകൊണ്ട് അതിനെ അംഗീകരിക്കുവാൻ മനസ്സില്ലാത്തത് കൊണ്ട് അവര് പിന്തിരികയും ദൈവത്തോട് ദേഷ്യമുള്ളവരായി, കോപിക്കുന്നവരായി തീരുകയും ചെയ്യാറുണ്ട്. Because most of the time people think, "Oh, I'm following God, I'm doing this, I'm doing everything right, and why is not God blessing me?" പലപ്പോഴും വിശ്വാസികൾ ചിന്തിക്കുന്നത്, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു, ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് ചിന്തിച്ചു പോവുകയാണ്. If God is always a God of blessing and prosperity and all positive things, why is John 16:33 saying that Jesus Christ himself said, "In the world ye will have tribulation"? ഈ ദൈവം എപ്പോഴും അനുഗ്രഹങ്ങൾ കോരിച്ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ്, അഭിവൃദ്ധിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ് എങ്കിൽ എന്തുകൊണ്ടാണ് യോഹന്നാൻ 16:33 ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്? That means God wanted our mindset to change. Even in the end, if we have to go through something, we have to accept it as the will of God. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലുമൊക്കെ വിപരീതമായിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നതിലും അതിലും ദൈവഹിതമുണ്ടെന്ന് മനസ്സിലാക്കി അതിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുവാൻ തക്കൊണ്ടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. Because to be frank, I and my family went through situations whereby we could see the goodness and the greatness of God. എൻ്റെ ജീവിതത്തിൽ കൂടി പറയുകയാണെങ്കിൽ, ഞങ്ങൾ കുടുംബമായിട്ട് പല പരിശോധനകൾ കൂടി, പ്രതികൂലങ്ങളിൽ കൂടി കടന്നുപോയപ്പോഴും അതിന്റെ മധ്യത്തിലും ദൈവത്തിന്റെ നന്മ കാണുവാൻ തൊക്കെ ഞങ്ങൾക്കിടയായി തീർന്നു. So I can challenge and testify from my personal experience that my God is a God of victory. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കൂടി ഒരു വെല്ലുവിളിയായിട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാൻ തക്കണം സാധിക്കുന്നത്, എൻ്റെ ദൈവം അവൻ വിജയാളിയാണ്, അവൻ സ്ഥൈര്യപ്പെടുത്തുന്ന ദൈവമാണ്. So more than the theory part, I can talk in a practical way, because this 1 year of experience in Manipur has made me more than doctorate in the love of God. കേവലം എന്തെങ്കിലും തിയറി പറയാന്നുള്ളതല്ല, പ്രായോഗികമായ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുതലും അവന്റെ സ്നേഹവും മനസ്സിലാക്കുവാൻ തൊക്കെ ഇടയായി തീർന്നു. ദൈവത്തിന്റെ സ്നേഹത്തിൽ ഒരു ഡോക്ടറേറ്റ് കിട്ടുന്ന അവസ്ഥയിലേക്ക് പോകാൻ തൊക്കെ എനിക്കിടയായി തീർന്നു. It's not because I'm an evangelist, I'm having a higher qualification, or I'm serving. That's not different. I am telling from my experience what God taught me, I want to teach you.
ഇത് ഞാൻ ഒരു ഇവാഞ്ചലിസ്റ്റ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ വിദ്യാഭ്യാസ യോഗ്യതകളോടോ ഒന്നുമല്ല. ദൈവം എന്നെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു. അതാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യം. I just want to be a channel of God's mercy and God's love to you all because I have experienced this and I want to channel it to you. ദൈവത്തിൻ്റെതായിരിക്കുന്ന ചില പാഠങ്ങൾ എനിക്ക് പഠിക്കുവാൻ സാധിച്ചു. അവൻ എന്നെ പഠിപ്പിച്ചു. അതിൻ്റെ ഒരു ചാനലായിട്ട് നിങ്ങളിലേക്ക് ആ നന്മകൾ ഒഴുക്കി തരുവാൻ തൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. About insecure lifestyle, about dangers, about destruction. We read a lot of articles, we see TV news, we read the newspaper, but I was practical in the heart of prayer. അരക്ഷിതാവസ്ഥയിൽ അങ്ങനെയുള്ളതായിരിക്കുന്ന അവസ്ഥകളിൽ നമ്മൾ കുറച്ചുകൂടി പ്രായോഗികമായിട്ട് ചിന്തിക്കുവാൻ തൊക്കെ നമുക്കിടയായി തീരണം. So that's why God sometimes allows situations in our lives for us to learn of His love. I'll repeat. Please, brother. Because that's why God allows different people, different situations that we experience to know the love of God. നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന ആൾക്കാരിൽ കൂടി വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കൂടി ദൈവസ്നേഹം വാസ്തവമായിട്ട് മനസ്സിലാക്കുവാൻ തൊക്കെ ദൈവം അനുവദിച്ചിരിക്കുകയാണ്. I'm sure people have a feeling of insecurity about the future. പലപ്പോഴും ജനങ്ങൾക്ക് ഭാവിയെക്കുറിച്ച് ആകെ ഒരു അരക്ഷിതമായിരിക്കുന്ന അല്ലെങ്കിൽ വ്യക്തമായിരിക്കുന്ന ചിന്തയില്ലാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട്. Even if everything is smooth, when you think about something which is going to happen in the future or what is going to happen, we get a bit perturbed. കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നെങ്കിലും ഭാവിയിൽ എന്ത് സംഭവിക്കും ഒരു ആകുലത പലപ്പോഴും ജീവിതത്തിൽ നേരിടാറുണ്ട്. Brother Sam Joy had sent a request for his son's exams when we were praying for him when the sons were doing their board exams. കുഞ്ഞുങ്ങൾ ബോർഡ് എക്സാം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു വിഷയം ഞാൻ പങ്കുവെക്കുകയുണ്ടായി പ്രിയ സഹോദരനുമായിട്ട്. Now Brother Sam Joy can look back and say God is good because God made them come through those situations where they felt that what is going to happen, whether they will clear, what is their future. Now they'll happily say the Lord has been good. ഇന്ന് തിരിഞ്ഞു നോക്കി ദൈവം ചെയ്ത നന്മകളും പ്രവൃത്തികളും ഒക്കെ ഓർത്ത് ദൈവം എത്ര നല്ലവനാണ് എന്ന് പറയുവാൻ തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരുകയാണ്. That is everybody's experience. ഇതെല്ലാ വിശ്വാസികളുടെയും ഒരു ജീവിത അനുഭവമാണ്. But it depends on the individual. How are you willing to take it and how are you going to be spiritually blessed out of it? എന്നാൽ ഓരോ വ്യക്തിപരമായിട്ട് ഇതിനെ നാം എപ്രകാരം എടുക്കുന്നു, ആത്മീയമായിട്ട് ഇത് എപ്രകാരം നമുക്ക് നന്മയായിട്ട് തീരുന്നു എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. Because God allows some situations which is going out of control. There is no need to get angry with God or get discouraged in your life and keep moaning or murmuring. പലപ്പോഴും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിൽ കൂടിയൊക്കെ പോയേക്കാം. പക്ഷേ അതിന്റെ മധ്യത്തിലും ദൈവത്തോട് കോപമുള്ളവരായി തീരാതെ ആ സാഹചര്യങ്ങളിൽ ആ കൈക്കീഴിൽ അമർന്നിരിപ്പാൻ തൊക്കെ നമുക്കിടയായി തീരണം. But I can challenge you and testify you, God does everything for good. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയായിട്ട് തന്നെ പറയട്ടെ, ദൈവം എല്ലാം നന്മയ്ക്കാക്കി ചെയ്യുന്നവനും തീർക്കുന്നവനുമാണ്. What is the ultimate? One day you have to leave this life. So naturally, if it comes earlier, if it's God's will, take it. ആത്യന്തികമായിട്ട് എന്താ സംഭവിക്കുന്നത്? നാം എല്ലാം എന്തു തന്നെ ആയാലും ഒരു ദിവസം ഈ ലോകം വിട്ട് പോയേ പറ്റുകയുള്ളൂ. അത് അല്പം നേരത്തെ വന്നാൽ എന്താണ് അതിന് കുഴപ്പം? The situation we went through, it's unexplainable, but it was really in the heart of the fire. ഞങ്ങൾ കടന്നുപോയ സാഹചര്യങ്ങളൊക്കെയും വിവരണ അതീതമാണ്. എന്നാൽ അതെല്ലാം ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങളായിരുന്നു. So we'll read another verse in 2 Chronicles chapter 20 and verse 22. നമുക്ക് മറ്റൊരു വേദഭാഗങ്ങൾ വായിക്കാം. 2 ദിനവൃത്താന്തം 20 and 22. 20ന്റെ 22ാമത്തെ വാക്യം. 2 ദിനവൃത്താന്തം 20ാം അധ്യായത്തിന്റെ 22ാം വാക്യം വായിക്കാം. ഞാൻ മലയാളത്തിൽ വായിക്കാം. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബ്യരുടെയും സെയീർ പർവ്വതക്കാരുടെയും നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. See, this situation, there were enemies coming against the children of God. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെതിരെ ശത്രുക്കൾ കടന്നു വരുന്ന ഒരു രംഗമാണ്. They must have been perturbed or they must have been thinking how to retaliate or how to act upon it. അവരിങ്ങനെ ചിന്തിക്കുകയായിരിക്കാം, എങ്ങനെയാണ് ഇവർക്കെതിരെ പ്രവർത്തിക്കേണ്ടത്, എങ്ങനെ ഇവർക്കെതിരെ യുദ്ധം ചെയ്യണം എന്നുള്ള ചിന്തയാണ്. But what was the strategy they tried? അവരുടെ യുദ്ധതന്ത്രം എന്തായിരുന്നു? Praise and singing.
ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ അവർ പാടി സ്തുതിച്ചു. When we compare this to the jail experience in Acts, ഇത് അപ്പോസ്തല പ്രവൃത്തികളില് ഫിലിപ്പിയൻ കാരാഗൃഹത്തിലെ അവസ്ഥയുമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാൻ സാധിക്കും. the similarity is, singing and praising. അവിടുത്തെ സാമ്യം എന്നുള്ളത് അവർ പാടി സ്തുതിക്കുന്നു എന്നുള്ളതാണ്. So I would like to put it this way: singing and praising not only open doors, they open prison doors. ഞാൻ ഇപ്രകാരം അതിനെ പറയാൻ ആഗ്രഹിക്കുന്നു. അത് പുറമേ അല്ലെങ്കിൽ പരസ്യമായിട്ട് മാത്രമല്ല, കാരാഗ്രഹത്തിനുള്ളിൽ പോലും അത് സാധ്യമാണ്, പാട്ടും സ്തുതിയും എന്നുള്ളതാണ്. In this 2 Chronicles chapter 20, we read the experience of the enemies, and end of the verse says, and they were smitten. ഈ 2 ദിനവൃത്താന്തത്തിന്റെ ഈ അധ്യായത്തില് ശത്രുക്കളുടേതായിരിക്കുന്ന വലിയൊരു പോരാട്ടം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ 22ന്റെ അവസാനം നമ്മൾ കണ്ടത് അങ്ങനെ അവർ തോറ്റുപോയി എന്നാണ് കാണുന്നത്. തോറ്റുപോയി. Yeah. God has got the victory if we let him fight for us. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ നാം അനുവദിച്ചു കഴിഞ്ഞാൽ ദൈവം അവിടെ വിജയം എടുക്കുകയാണ്, ശത്രു തോൽക്കുകയാണ്. God's word and the Bible characters give us different experiences. ദൈവത്തിന്റെ വചനവും വചനത്തിലെ പല കഥാപാത്രങ്ങളും നമുക്ക് വ്യത്യസ്തമായിരിക്കുന്ന ജീവിത അനുഭവങ്ങൾ പങ്കുവച്ചു തരികയാണ്. I'd like to mention that these characters and the history, it does not make us more knowledgeable. ഞാൻ ഇപ്രകാരം ഓർപ്പിക്കട്ടെ, ഈ കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ ദൈവജനമോ ഒന്നും നമുക്ക് കൂടുതൽ നമുക്ക് അറിവ് തരുവാൻ വേണ്ടി എന്നുള്ളത് മാത്രമല്ല. They don't make us more worldly wise. ഒരുപക്ഷെ നമ്മളെ കൂടുതൽ ലോകപരമാക്കി ചിന്തിക്കുവാനുള്ള ഗുണമുള്ളതുമല്ല. But they give us the wisdom to live a life pleasing to God. ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിച്ച് ജീവിക്കണം എന്നുള്ളതിനുള്ള ഒരു ജ്ഞാനം പകർന്നു തരുന്ന കഥാപാത്രങ്ങളാണ്. And to make us more adaptable to his will and plan for our lives. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാനിനും പദ്ധതിക്കും ചേർത്ത് ചിന്തിപ്പാൻ തക്കവണ്ണമുള്ള നിലയിൽ ഈ ജീവിത സാക്ഷ്യങ്ങൾ നമ്മളെ ബലപ്പെടുത്തുകയാണ്. So every portion or every character, we should ask the Lord, what can I adapt from that situation or from that character? നാം ധ്യാനിക്കുന്ന ഓരോ വേദഭാഗത്തിലൂടെയും അല്ലെങ്കിൽ ഓരോ കഥാപാത്രത്തിലൂടെയും നാം ദൈവത്തോട് ചോദിക്കണം, ദൈവമേ, എന്താണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കേണ്ടതായിരിക്കുന്ന ചിന്ത എന്നുള്ളത് നാം ദൈവത്തോട് ചോദിക്കണം. Sometimes the situations are similar in our lives. ഒരുപക്ഷെ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ സമാനമായിട്ടൊക്കെ വരാം. Sometimes we have problems which are related to the problems mentioned there. ഒരുപക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഒരുപോലൊക്കെ ആയെന്നിരിക്കാം. Whatever be it, the Lord helps us to adapt to his will and plan for us in our lives. കാര്യങ്ങൾ എന്തു തന്നെയായിരുന്നാലും ആത്യന്തികമായിട്ട് ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും നമ്മുടെ ജീവിതത്തിൽ നിറവേറണം എന്നുള്ളതായിരിക്കണം ചിന്ത. So first we read John 16, it says, tribulation in the world you shall have tribulation. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ ആദ്യമായിട്ട് വായിക്കുകയുണ്ടായി, ഈ ലോകത്തിൽ കഷ്ടമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടമുണ്ട് എന്ന് നമ്മൾ വായിച്ചു. So sometimes God allows tribulation for a particular purpose. പലപ്പോഴും ദൈവം ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഈ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ നൽകി തരുന്നത്. What is that purpose? We will turn to Romans chapter 5. എന്താണ് ഉദ്ദേശം എന്നുള്ളത് നമുക്ക് നോക്കാം. റോമാലേഖനം 5 നമുക്കൊന്ന് വരാം. Romans chapter 5 verses 3 first. 3, 4, 3, 4 നമുക്ക് വായിക്കാം. റോമാലേഖനം 5:3-4. അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. See, there is a chain reaction here. അവിടെ ഒരു ചെയിൻ റിയാക്ഷൻ അല്ലെങ്കിൽ ചേർത്ത് പോകുന്ന ഒരു കാര്യം കാണാൻ സാധിക്കുന്നുണ്ട്. Tribulation gives birth to patience. അവിടെ കഷ്ടത സഹിഷ്ണുതയെ തരുന്നു. And patience gives us the experience. ഈ സഹിഷ്ണുത നമുക്ക് ഒരു സിദ്ധതയെ തരുന്നു. And experience gives us hope. ആ സിദ്ധത അല്ലെങ്കിൽ ആ ജീവിത അനുഭവം അത് നമുക്ക് പ്രത്യാശയിലേക്ക് പോവുകയാണ്. And finally in 5 it says, hope maketh not ashamed. 5 വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. Our fear as human beings is, will I be put to shame? നമ്മുടെ മാനുഷികമായിരിക്കുന്ന ഭയം എന്നുള്ളത് നാം ലജ്ജിതനായി തീരുമോ എന്നുള്ളതാണ്. That's the ultimate. See, whatever we go through, we feel that, oh, if I'm ashamed, how can I face this person? How can I face this person?
ഏതെല്ലാം കാര്യത്തിലൂടെ നാം കടന്നു പോയാലും നമ്മുടെ ഒരു ഭയം എന്നുള്ളത്, അയ്യോ ഞാൻ ലജ്ജിക്കപ്പെട്ടു പോകുമോ, ഞാൻ ഷെയിംഫുൾ ആയി തീരുമോ, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ഭയമാണ് നമുക്കുള്ളത്. But if you want God to deliver you from that fear of not being put to shame, എന്നാൽ ഈ ഒരു ഭയത്തിൽ നിന്നും അല്ലെങ്കിൽ ലജ്ജിതരായി തീരാത്ത അവസ്ഥയിൽ നമ്മളെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ it starts with your tribulation. ഇത് കഷ്ടതയിൽ കൂടിയാണ് ജീവിതത്തിൽ അത് ആരംഭിക്കേണ്ടത്. Unless you're willing to accept and unless you're willing to say, Lord, let your will be accomplished, you will not have the experience in your life. ദൈവമേ, നിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറണമേ എന്ന് മനസ്സോടെ നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തില്ല എങ്കിൽ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയായി തീരുകയില്ല. When we drive a vehicle, we don't start directly from neutral to gear 4. നാം ഒരു വാഹനം ഓടിക്കുമ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് ന്യൂട്രലിൽ നിന്നും പെട്ടെന്ന് നമ്മൾ ടോപ്പ് ഗിയറിലേക്ക് പോകാറില്ല. Because when you go for manual cars, like or even an automatic, there is a speed, the control of the engine. മാനുവൽ ആയിക്കോട്ടെ ഓട്ടോമാറ്റിക് ആകട്ടെ, എഞ്ചിൻ്റെതായിരിക്കുന്ന ഒരു നിയന്ത്രണം, ഒരു സ്പീഡ് ലെവൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. From neutral you go to 1, and from 1 to 2, 2 to 3. So you slowly increase the power of the engine or the gear number. വാഹനം സ്റ്റാർട്ട് ആയിട്ട് ന്യൂട്രലിൽ നിന്നും അടുത്ത 1ലേക്ക് 2ലേക്ക് അങ്ങനെ ക്രമേണയാണ് നമ്മൾ അതിന്റെ സ്പീഡിന്റെ എഞ്ചിന്റെ സ്പീഡ് കൂട്ടാറുള്ളത്. Try putting from neutral to gear 4 and starting. It will sometimes the engine will switch off. എന്നാൽ ഇങ്ങനെ ചിന്തിക്കുക, ന്യൂട്രലിൽ നിന്നും നേരെ 4th ഗിയറിലേക്കാണ് പോകുന്നതെങ്കിൽ എഞ്ചിൻ അവിടെ ഇടിച്ചു നിൽക്കുവാനുള്ള സാധ്യതയുണ്ട്. It doesn't have that power to directly jump to the 4th gear because it has to go through 1, 2 and 3 and then 4. കാരണം ഒറ്റയടിക്ക് 4ലേക്ക് പോയാൽ അത് എടുക്കുവാൻ തക്കൊണ്ടുള്ള പവർ എഞ്ചിൻ ഇല്ലാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നത്. എന്നാൽ ക്രമേണയാകുമ്പോൾ അതിന് ശക്തി ലഭിച്ചുകൊണ്ടിരിക്കും. If you want to have a victorious Christian life, be willing to take tribulation if God allows it in your life. ക്രിസ്തീയ ജീവിതത്തിൽ വിജയം കൈവരിക്കണം എന്നുണ്ടെങ്കിൽ ദൈവം അനുവദിക്കുന്ന കഷ്ടങ്ങളിൽ കൂടി കടന്നു പോയെങ്കിൽ മാത്രമേ ആ ശക്തി നേടുവാൻ സാധിക്കുകയുള്ളൂ. Tribulation means great trouble or suffering. കഷ്ടത എന്നുള്ളത് ശക്തമായിരിക്കുന്ന കഠിന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ എന്നുള്ള നിലയിലാണ്. It can be anything, your health issue, your financial problem, any failure in your life, or sometimes you do good and you get reciprocation of enemies in your life. All these are the tribulations. God allows it stage by stage. കഷ്ടത എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ശാരീരികമായിരിക്കുന്ന രോഗങ്ങളോ ബലക്ഷയങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നാം പ്രതീക്ഷിക്കുന്ന നിലയിൽ കാര്യങ്ങൾ നടക്കാതെ പോകുന്നതോ മറ്റുള്ളവർ നമുക്കെതിരെ ആരോപിക്കുന്ന കാര്യങ്ങളോ എന്ത് തന്നെയായിട്ട് നമുക്ക് കഷ്ടതയെ എടുക്കുവാൻ സാധിക്കും. Because God wants to fulfill Romans 5, 3 and 4 in your life means you have to start with tribulation. കാരണം റോമാലേഖനം 5-ാം അധ്യായത്തിലെ 3, 4 നമ്മുടെ ജീവിതത്തിൽ സാധ്യമായി തീരണമെങ്കിൽ ഈ കഷ്ടതയിൽ കൂടി നാം കടന്നുപോയെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. I'm not telling you fast and pray, Lord, give me tribulation, give me tribulation. No, that is not the case. ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവമേ എനിക്ക് കഷ്ടത തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ല ഞാനിത് നിങ്ങളോട് പറയുന്നത്. If the Lord wills to grant it in your life, be willing to accept it wholeheartedly. ദൈവം അത് നിങ്ങളുടെ ജീവിതത്തിൽ തരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പൂർണ്ണ മനസ്സോടെ അതിന് വിധേയപ്പെടുക എന്നുള്ളതാണ്. Because tribulation worketh patience. നമ്മൾ കണ്ടു കഷ്ടത സഹിഷ്ണുതയും, and patience experience, സഹിഷ്ണുത സിദ്ധതയും, experience hope, സിദ്ധത പ്രത്യാശയും, and hope will not put you to shame. അങ്ങനെ ആ പ്രത്യാശ ഭംഗം വരാത്ത പ്രത്യാശയായിട്ട് മാറുകയാണ്. There are many examples or characters in the Bible. ദൈവവചനത്തിൽ അനവധി കഥാപാത്രങ്ങളെ സ്വഭാവങ്ങളെ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. We will not go into many in detail, but I will just touch a few of them now in the next few minutes. അത് എല്ലാവരും നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. ചിലരെ മാത്രം അടുത്ത ചില നിമിഷങ്ങളായിട്ട് ഒന്ന് കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. So how do we learn a lesson from that character? ആ ജീവിതങ്ങളിൽ നിന്നും എന്ത് പാഠമാണ് നമുക്ക് പഠിക്കുവാൻ തക്കോണം സാധിക്കുന്നത്? First we will take Job 13:15. നമുക്ക് ആദ്യമായിട്ട് യോബിന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു വരാം. യോബ് 13:13. ഇവിടെ നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്: അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എൻ്റെ നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിക്കും. Anybody will be willing for this, to let God kill you? ദൈവം നമ്മളെ കൊല്ലുവാൻ തക്കോണം ഇതിന് ആരെങ്കിലും മനസ്സോടെ സമ്മതിക്കുമോ? Here Job says, though he slay me, his trust and his love towards God could tell him to challenge this and say, though he slay me, yet I will trust him. എന്നാൽ യോബ് അത് പറയുകയാണ്, ദൈവത്തോടുള്ള അവന്റെ അദമ്യമായ സ്നേഹത്തിൽ നാം പറയുകയാണ്, അവനെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും.
At this point, I would like to add on one more truth. ഇതിനോട് ചേർന്ന് ഒരു സത്യം ഞാനൊന്ന് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. Sometimes the love of fellow human beings or the love of our family പലപ്പോഴും നമ്മുടെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരുടെ സ്നേഹം will ruin or disturb the plan of God in our lives. ആ ഒരു സ്നേഹം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്ലാനുകളും പദ്ധതികളും ഇല്ലാതെ പോകുന്നതിന്, നശിച്ചു പോകുന്നതിനിടയായി തീരാറുണ്ട്. God has a unique plan for every individual. ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിന് പ്രത്യേകമായിരിക്കുന്ന പ്ലാനും പദ്ധതിയുമുണ്ട്. So God knows what to allow and what not to allow. എന്ത് സംഭവിക്കണം അല്ലെങ്കിൽ എന്ത് അനുവദിക്കണം, എന്ത് അനുവദിക്കേണ്ട എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. So in some cases, the love of the family or the community can disturb or destroy the plan of God in your life. പലപ്പോഴും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആ സമൂഹത്തിന്റെയോ കുടുംബങ്ങളുടെയോ വ്യക്തികളുടെയോ ഒക്കെ സ്നേഹം ദൈവത്തിന്റെ പ്ലാനിലും പദ്ധതിക്കും എതിരായിട്ട് വരാം, അതിനെ നശിപ്പിക്കുവാൻ ഇടയായി തീരും. For example, any one of our kids has got his exams in the coming days. Just imagine that. ഇപ്രകാരം ഒന്ന് ചിന്തിക്കുക, നമ്മുടെ കുട്ടികൾക്ക് അടുത്ത ദിവസങ്ങളിൽ എക്സാം ഉണ്ടാകുന്നു എന്ന് കരുതുക. If they fall ill at that time, അവര് രോഗിയായിട്ട് തീർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ആ സമയത്തെങ്കിൽ, what we'll try to do, okay, take some paracetamol or take some medicines, at least complete the exam. Something will encourage them. നമ്മൾ എങ്ങനെയെങ്കിലും ആ പരീക്ഷ ഒന്ന് പൂർത്തീകരിക്കുന്ന ചില മെഡിസിനുകളോ കൊടുത്ത് അവരെ നമ്മൾ ധൈര്യപ്പെടുത്താറുണ്ട്. If somebody comes and says, a relative, oh, you're going to kill your child like this, let him not write the exam, his life is more important, let him not go to school, will we allow that? എന്നാൽ നമ്മളെ സ്നേഹിക്കുന്ന ആരെങ്കിലും വന്നിട്ട് ഇപ്രകാരം പറയാൻ വിചാരിക്കുക, നിങ്ങൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾ അവനെ കൊല്ലാൻ പോവുകയാണോ, അവനെ സ്കൂളിലൊന്നും വിടണ്ട, എക്സാം എഴുതിപ്പിക്കണ്ട എന്നാണ് പറയുന്നതെങ്കിൽ, imagine that. That is not sincere love. We can at least give a good advice. We'll say we'll pray for him. We can't disturb or distract his future. അങ്ങനെ ചെയ്യുമ്പോൾ അവന്റെ ഭാവി നശിക്കുകയാണ്. നമുക്ക് അതല്ല കാര്യങ്ങൾ, അവനോടുള്ള യഥാർത്ഥമായ സ്നേഹം എന്നുള്ളത് ആ രീതിയിൽ ആകുവാൻ പാടില്ല. So because we are in a predominantly sisters meeting, I don't want to comment negatively about sisters. ഇതൊരു സഹോദരിമാരുടെ മീറ്റിംഗ് ആണല്ലോ, അതുകൊണ്ട് ഞാൻ നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറഞ്ഞ സഹോദരിമാരെ അധൈര്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. So I don't want to criticize Job's wife and say she told him curse God and die. Oh, what a evil woman she is. I don't want to say that. ഈ യോബിന്റെ ഭാര്യയെ കുറിച്ച് നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറഞ്ഞ് അധൈര്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ. Must be she had the love, seeing the husband suffering. She said, at least you live your life and be happy because why are you suffering like this? Must be out of love also she said that. ഒരു പക്ഷേ ആ യോബിനോടുള്ള സ്നേഹം കൊണ്ട് അവന്റെ കഷ്ടതകൾ കണ്ടിട്ട് അങ്ങ് വളരെ വിഷമയായിട്ട് പറഞ്ഞതായിരിക്കാം, നീ തന്നെ കൊന്നുകളക എന്നുള്ള നിലയിൽ. So whatever is the background, but ultimately the attitude of Job explains, though he slay me, yet will I trust him. സാഹചര്യം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, പക്ഷേ യോബിന് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നും യോബ് പറയുകയാണ്, അവനെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. This is an example, or this character of Job tells us that God will give a result sooner or later. ഇത് നമുക്ക് തരുന്ന ഒരു പാഠം എന്നുള്ളത് യോബ് നമ്മളെ പഠിപ്പിക്കുകയാണ്, ഇന്നോ അല്ലെങ്കിൽ അടുത്ത് തന്നെയോ സമീപഭാവിയിലോ ദൈവം ഒരു ഉത്തരം നമുക്ക് നൽകിത്തരും എന്നുള്ളതിന്റെ ഒരു പ്രത്യാശയാണ്. So that tribulation gave him patience. ആ കഷ്ടത യോബിന് സഹിഷ്ണുത കൊടുക്കുവാൻ തൊക്കെ ഇടയായി തീർന്നു. And ultimately he was the victor. ആത്യന്തികമായിട്ട് അവൻ വിജയാളിയായിട്ട് തീരുകയാണ്. Okay, we'll see another example. Genesis chapter 39. നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടി പെട്ടെന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം. Genesis 39 verse 21. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു, കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. Did Joseph do a mistake or a crime worthy of jail? കാരാഗ്രഹത്തിന് യോഗ്യമായ നിലയിൽ ഏതെങ്കിലും കുറ്റമോ അല്ലെങ്കിൽ ഒരു വയലേഷനോ യോസഫിന്റെ ജീവിതത്തിൽ ഉണ്ടായോ? He was innocent. അവനൊരു നിരപരാധിയായ വ്യക്തിയായിരുന്നു. God allowed that to happen in his life. എന്നാൽ ദൈവം ജോസഫിന്റെ ജീവിതത്തിൽ ഇതൊക്കെ നടക്കുവാൻ തൊക്കെ അനുവദിച്ചു കൊടുത്തു. But the word of God says in 21 of chapter 39, the Lord was with Joseph and God helped him to find favor there even in the prison.
ഇവിടെ നമ്മൾ വായിച്ചത് 21-ാം വാക്യത്തില് ഇപ്രകാരമാണ് വായിച്ചത്. എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു, കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. There it says, Romans 8:28, all things work together for good. ഇവിടെയാണ് റോമാലേഖനം 5:20 നമ്മൾ വായിച്ചതുപോലെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ളത് ചേർത്ത് ചിന്തിക്കേണ്ടത്. The problem is our attitude. We don't want to accept certain things which God allows, and ultimately we are the losers. പ്രശ്നം നമുക്കാണ്. ദൈവം അനുവദിക്കുന്ന പല കാര്യങ്ങളും അത് സ്വയമായിട്ട് കടന്നു പോകാൻ നമ്മൾ മനസ്സില്ലാത്തത് കൊണ്ട് നാം ആത്യന്തികമായിട്ട് നഷ്ടമുള്ളവരായിട്ട്, ലൂസേഴ്സായിട്ട് മാറുകയാണ്. Nowadays, even earthly education or earthly betterment doesn't come easy. We have to struggle for it. നമുക്കറിയാം, മാനുഷികമായ നിലയിൽ നമ്മുടെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ നല്ലൊരു ജോലിയോ ഒന്നും പെട്ടെന്ന് കൈവരിക്കുന്ന ഒരു കാര്യമല്ല. If you want to have spiritual maturity and a victorious Christian life, believe me, you have to have challenges being faced. എന്നാൽ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, ആത്മീയമായിരിക്കുന്ന പക്വതയിലേക്ക് നാം നയിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അതിന്റെ ആ കഷ്ടതയിൽ കൂടി തന്നെ, അതിന്റെ പാഠങ്ങളിൽ കൂടി തന്നെ നാം കടന്നു പോകേണ്ടത് ആവശ്യമാണ്. Even serving the Lord, we have many problems every day from our own believers or from our own contacts and circles, but the Lord is good. കർത്താവിന്റെ സേവ ചെയ്യുമ്പോൾ പോലും ഒരുപക്ഷെ നമ്മുടേതായിരിക്കുന്ന സ്വന്തക്കാരിൽ നിന്നും അല്ലെങ്കിൽ കൂട്ടാളികളിൽ നിന്നും ഒക്കെയുള്ള പ്രയാസങ്ങൾ നേരിടാം. പക്ഷേ അതെല്ലാം അതിനകത്ത് അത് മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ട ആവശ്യമാണ്. We'll see another example in Daniel. ദാനിയേലിന്റെ ജീവിതത്തിൽ കൂടി നമുക്ക് വേഗത്തിൽ ഒരു ഉദാഹരണം കൂടി നോക്കാം. Daniel chapter 6. ദാനിയേലിന്റെ പ്രവചനം 6-ാം അധ്യായം. Daniel chapter 6, we will read first verse 16. 6:16 വാക്യം നമുക്കൊന്ന് വായിക്കാം. ദാനിയേൽ 6:16. അങ്ങനെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും എന്ന് കൽപ്പിച്ചു. See, Daniel was a faithful, honest and loving senior person in the palace. നമ്മളിവിടെ കാണുന്നത് ആ കൊട്ടാരത്തിലെ വളരെ ഉന്നതമായ നിലയിൽ നിന്ന ഒരു വ്യക്തി, വളരെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായി ജീവിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ്. But a situation came to him, even the faithful king couldn't protect him. എന്നാൽ ഈ വിശ്വസ്തനായ രാജാവിന് പോലും ഇവനെ സംരക്ഷിക്കുവാൻ കഴിയാത്ത നിലയിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടു. I want to just run across these two verses in Psalms. One says, it is better to trust in the Lord than to put confidence in man. സങ്കീർത്തനം 2 വാക്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ ഇതുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ വാക്യം ഇതാണ്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. The second verse again reminds, it is better to trust in the Lord than to put confidence in princes. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. These verses were not in my preparation, but I know the Spirit wanted me to put that through. ഞാൻ എൻ്റെ നോട്ടിലില്ല, എന്നാൽ ദൈവത്തിന്റെ ആത്മാവിനെ തന്നതുകൊണ്ട് ഞാൻ അങ്ങ് പറയുന്നതാണ്. See, Daniel could have trusted the king, but God put a situation, even the trustworthy king couldn't help him. ദാനിയേലിന് ഈ രാജാവിൽ ആശ്രയിക്കാമായിരുന്നു. പക്ഷേ ദാനിയേൽ ആശ്രയിക്കുന്ന രാജാവിന് പോലും ദാനിയേലിനെ രക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടു. The signature, the rule and everything turned against him, and ultimately he landed up in the lion's den. നിയമമൊക്കെ മാറ്റപ്പെട്ടു, അവിടെ കയ്യൊപ്പൊക്കെ വെച്ചു. അങ്ങനെ സാഹചര്യങ്ങളെല്ലാം ദാനിയേലിനെതിരായിട്ട് വരികയുണ്ടായി. What was the crime? Praying to the living God. എന്താണ് ദാനിയേലിനുള്ള കുറ്റം? ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിച്ചു. But the king had some sort of emotion or a conscience inside him. That's what he tells him. The end of the verse 16, it says. ഇവിടെ കാണുന്നൊരു കാര്യം, ഈ രാജാവിന്റെ മനസ്സിൽ ദാനിയേലിനോട് ഒരു വൈകാരികമായിരിക്കുന്ന ഒരു അടുപ്പമുണ്ടായിരുന്നു. നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ അവസാന വാക്യത്തിൽ വായിക്കുന്നു, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് കൽപ്പിച്ചു. See, he knew the character and the behavior and the attitude of Daniel. ഈ രാജാവിന് ദാനിയേലിന്റെ സ്വഭാവവും അവന്റെ ഇടപെടലും പെരുമാറ്റവും ഒക്കെ നന്നായിട്ട് അറിയാമായിരുന്നു. And there he tells this, the God whom thou constantly serve, he will do the needful. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന ദൈവം നിന്നെ രക്ഷിക്കും. Whole night he didn't sleep. രാത്രി മുഴുവനും രാജാവ് ഉറങ്ങിയില്ല. Early in the morning he gets up. അതിരാവിലെ അവൻ എഴുന്നേറ്റു. We'll read verse 20. നമ്മൾ 20-ാം വാക്യം വായിക്കുന്നു. ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ,
നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. Because he didn't know what was happening inside the den. കാരണം ഈ സിംഹത്തിന്റെ ഗുഹയിൽ എന്താ നടക്കുന്നെന്നുള്ള കാര്യം രാജാവിന് അറിയില്ലായിരുന്നു. That's why he cried in a lamentable voice, because he had a doubt, will he be alive or only his bones will be there. കാരണം ഈ രാജാവ് ദുഃഖശബ്ദത്തോടെ വിളിച്ചു എന്നാണ് വായിക്കുന്നത്. കാരണം അവനുള്ളിൽ കരയുകയായിരുന്നു, എന്ത് സംഭവിച്ചു, കേവലം അസ്ഥി കഷ്ണങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നൊക്കെയുള്ള ചിന്ത രാജാവിനെ ഭരിച്ചു. He tried to put in some strength. അവൻ അല്പം ശക്തി സംഭരിച്ചുകൊണ്ട് Then he asked this question, did your God save you? എന്നിട്ടാണ് അവൻ ഉറക്കെ ദാനിയേലിനോട് ചോദിക്കുന്നത്, നിന്റെ ദൈവം നിന്നെ രക്ഷിച്ചോ? Verse 22. 22-ാം വാക്യം, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായടച്ചു കളഞ്ഞു. There is the testimony. King, my God is above everything. He is in sovereign control and authority, and there's the testimony there. അതാണ് ദാനിയേലിന്റെ സാക്ഷ്യം. ദാനിയേൽ പറയാണ്, രാജാവേ, ഈ പരമാധികാരിയായ ദൈവം എന്നെ സംരക്ഷിച്ചു, സൂക്ഷിച്ചു, സിംഹത്തിന്റെ വായെ അടച്ചു കളഞ്ഞു. Because Daniel knew what was his conscience. കാരണം ദാനിയേലിന് അറിയാമായിരുന്നു എന്താണ് അവന്റെ മനസ്സ് എന്നുള്ളത്. Verse 23. 23-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്ന പ്രകാരം, അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു, ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. See there, but in verse 22 he says no, there was no fault found. Brother, can you read 22 again? Yes, അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ, രാജാവേ, തിരുമുമ്പിലും ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. See, I am before God and before you, king, I am innocent. That's what he wants to say. ദാനിയേൽ പറയുകയാണ്, രാജാവേ, അങ്ങയുടെ മുമ്പിലും എന്റെ ദൈവത്തിന് മുമ്പിലും ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ദാനിയേൽ പറയുകയാണ്. This is a clear conscience. ഇതാണ് യഥാർത്ഥമായിരിക്കുന്ന ഒരു മനസാക്ഷി എന്നുള്ളത്. So God allows this situation or this problem to come in Daniel's life for him to be a testimony to the ungodly king. ഇവിടെ ദാനിയേൽ കൂടി ദൈവം ഇത് അനുവദിച്ചു കൊടുത്തത് ഒരു അവിശ്വാസിയായിരിക്കുന്ന രാജാവിന്റെ മുമ്പില് ദൈവത്തിന്റെ ഒരു സാക്ഷിയായിട്ട് നിൽക്കുവാൻ വേണ്ടിയാണ്. You know what was the result? എന്താണ് അതിന്റെ മറുപടി അതിന്റെ ഉത്തരം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? We'll read verse 26 and 27. 26-27 വാക്യങ്ങൾ വായിക്കുന്നു. എന്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിന്റെ ദൈവത്തിന്റെ മുമ്പാകെ ഭയഭക്തിയോടിരിക്കണമെന്ന് ഞാൻ ഒരു തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവന്റെ ആധിപത്യം അവസാനം വരാത്തതുമാകുന്നു. 27 അവൻ രക്ഷിക്കുകയും 27-ാം വാക്യം നമ്മൾ വായിക്കുന്നു. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അവൻ ദാനിയേലിന്റെ സിംഹത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. There, this words had to come from this mouth of the king, and God allowed all this, and Daniel was a scapegoat, but ultimately the decree comes from the king. ഈ വാക്കുകൾ ഈ അവിശ്വാസിയായിരിക്കുന്ന രാജാവിന്റെ വായിൽ നിന്നും വരേണ്ടത് ആവശ്യമായിരുന്നു. അതിനുവേണ്ടി ഒരു ബലിയാടായിട്ട് ദാനിയേലിനെ അതിൽ കൂടി കടത്തിവിട്ടു എന്ന് മാത്രമാണുള്ളത്. This decree of verse 26-27 is very beautiful. I will just read it also once more. Daniel chapter 6 verse 26 and 27. See, very beautiful verses. Yes. So I will just 1 second. See, he says, I make a decree that in every dominion of my kingdom, men tremble and fear before the God of Daniel. Because till that time, people are making fun of him, and because he was praying, they put him in the lion's den. അതുവരെയും അവിടെയുള്ള ജനങ്ങള് ഈ ദാനിയേലിനെ അവനെ പരിഹസിക്കുകയും ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അവനെ കളിയാക്കുകയൊക്കെ ചെയ്തിരുന്നു. But the king, see what all proclamations, for he is the living God and steadfast forever, and his kingdom that which shall not be destroyed, and his dominion shall be even unto the end. എന്നാൽ ഈ ദൈവത്തെക്കുറിച്ച് ആ രാജാവ് പറഞ്ഞ എന്താണെന്ന് ശ്രദ്ധിച്ചു നോക്കുക. അവൻ ജീവനുള്ള ദൈവം, എന്നേക്കും നിലനിൽക്കുന്നവൻ, അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തത്, അവന്റെ ആധിപത്യം അവസാനം വരാത്തത്, ഇങ്ങനെയുള്ള വാക്കുകളാണ് ആ രാജാവ് ദൈവത്തെക്കുറിച്ച് പറയുന്നത്. See, all these verses he's praising God and telling about his attitudes.
ഈ വാക്യങ്ങൾക്കൂടൊക്കെയും അവന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. And again in verse 27, his action, because he saw this miracle in 27, how beautifully he puts it. He delivereth and rescueth. He worketh signs and all double. Delivereth and rescueth, worketh signs and wonders in heaven and in earth. Who hath delivered Daniel from the power of the lions? 27 വാക്യത്തിലാണ് അതിന്റെ വളരെ ഇതായിട്ട് കാണുന്നത്. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അവൻ ദാനിയേലിനെ സിംഹവായിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. As if, it is a very clear message to testify of the greatness of that one living God. ജീവനുള്ള ദൈവത്തെ ഉയർത്തി കാണിക്കുവാൻ, സാക്ഷിക്കുവാനുള്ള മഹനീയമായിരിക്കുന്ന വാക്കുകളായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കുകയാണ്. I would just like to quote David and Absalom. David was a man after the Lord's own heart. ദാവീദിനെ കുറിച്ച് ഞാൻ ഇപ്രകാരം പറയട്ടെ. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായിട്ട് ദാവീദിനെ നാം കാണുകയാണ്. His own son who came out of his bowels, Absalom, was his bitter enemy. അവന്റെ സ്വന്തം മകൻ തന്നെ അവന്റെ ശത്രുവായിട്ട് എതിരെ വരുവാനിടയായി തീർന്നു അബ്ശാലോം. But did he try to take revenge and retaliate? He left it all to the actions or the decision of the Almighty God. എന്നാൽ ദാവീദാകട്ടെ, പിതാവായ ദാവീദാകട്ടെ, അവനെ എന്തെങ്കിലും എതിരെ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ പ്രതികാരം നടത്തുവാൻ നോക്കിയില്ല. സകലവും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തു. So from all these experiences, I would like to remind once again, in 2 Chronicles 20:22, praying and singing brought the ambush. രണ്ട് ദിനവൃത്താന്തത്തിൽ നമ്മൾ വായിച്ചതുപോലെ പാടുകയും സ്തുതിക്കുകയും ചെയ്ത് വിജയം വരിക്കുന്ന ഒരവസ്ഥ. Romans 5:3-4 said, tribulation worketh patience, and patience experience, and ultimately we will not be put to shame. മാത്രമല്ല അതിനകത്ത് കണ്ടതുപോലെ, റോമാലേഖനത്തിൽ കണ്ടതുപോലെ, ഈ ലോകത്തിൽ കഷ്ടമുണ്ട്. ആ കഷ്ടത സഹിഷ്ണുതയും സിദ്ധതയും ഒക്കെ ഉളവാക്കുന്നു നമ്മൾ കാണുകയുണ്ടായി. Job's tribulation was so bad, but he said, though he slay me, yet will I trust him. യോബിന്റെ കഷ്ടതയെ കുറിച്ച് നമ്മൾ കണ്ടു. വളരെ പ്രയാസത്തിലും യോബ് പറയുകയാണ്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. Joseph's experience, no crime, put in jail, but God was with Joseph. യോസെഫിന്റെ ജീവിത സാക്ഷി നമ്മൾ കണ്ടു. ഒരു കുറ്റവും ചെയ്തിട്ടില്ല, എന്നിട്ട് പോലും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുന്ന അവസ്ഥ. Daniel himself testified, he was honest to the king and he was faithful to God, but even then he landed up in the lion's den. ദാനിയേലിന്റെ സാക്ഷി നമ്മൾ കണ്ടു. ദൈവത്തോടും രാജാവിനോടും കുറ്റം ചെയ്യാത്തവനായ ദാനിയേലിനെ എന്നിട്ടും സിംഹത്തിന്റെ ഗുഹയിലേക്ക് തള്ളിക്കളഞ്ഞു. But the ultimate victorious testimony, the king decreed in 26 and 27 about the majestic, the awesome and the supernatural power of the living God. എന്നാൽ ആത്യന്തികമായിരിക്കുന്ന സാക്ഷ്യം എന്നുള്ളത് ആ അവിശ്വാസ രാജാവിന്റെ വായിൽ നിന്നും ദൈവത്തെ ഉയർത്തുന്ന മഹനീയമായിരിക്കുന്ന വാക്കുകൾ കേൾക്കുവാൻ നമുക്കിടയായി തീർന്നു. David loved the Lord. God liked him, but even then his own son Absalom revolted against him. ദാവീദ് ദൈവത്തെ വളരെ സ്നേഹിച്ചു, ദൈവം അവനെ സ്നേഹിച്ചു, പക്ഷേ സ്വന്തം പുത്രൻ പോലും അവനെതിരെ നിൽക്കുന്ന അവസ്ഥ ഉണ്ടായി. But the ultimate is God has a plan and a purpose in all these things. ഇതിന്റെ എല്ലാം മധ്യത്തില് ദൈവത്തിന്റെ ആത്യന്തികമായിരിക്കുന്ന പ്ലാനും പദ്ധതിയും നിറവേറുക എന്നുള്ളത് മാത്രമാണ്. Sometimes we believers, we say, I want to be perfect, I want to settle, I want to establish. We have many plans in life. വിശ്വാസികളായ നമുക്ക് പലപ്പോഴും പല പ്ലാനുകളും പല ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട്. But my final verse will be 1 Peter 5:10. We will read it and then we will close. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. 1 പത്രോസ് 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. 5-ാം അധ്യായം 10-ാം വാക്യം. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. What does God do? He makes us perfect. എന്താണ് ദൈവം ചെയ്യുന്നത്? അവൻ നമ്മളെ അവനെ നമ്മളെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരും. He establishes us. അവൻ നമ്മളെ ഉറപ്പിക്കും. He strengthens us. അവൻ നമ്മളെ ശക്തീകരിക്കും. And he settles us. അവൻ നമ്മളെ യഥാസ്ഥാനപ്പെടുത്തും. But what is happening before it? എന്നാൽ അതിന് മുമ്പായിട്ട് എന്താണ് സംഭവിക്കുന്നത്? After you have suffered a while. അല്പകാലത്തേക്കുള്ള കഷ്ടം. So don't neglect or don't get angry with God for that alpakala kashtam if the Lord wants to allow it in your life. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു അല്പകാലത്തേക്കുള്ള കഷ്ടം ദൈവം അനുവദിച്ചു തരുന്നുവെങ്കിൽ
ദൈവത്തോട് കോപിക്കാതെ നിരാശപ്പെട്ടു പോകാതെ അതിലൂടെ മുന്നോട്ട് പോകാൻ നമുക്കിടയായി തീരണം. If you are willing and accept to suffer that short duration of time a while, മനസ്സോടെ ആ അല്പകാലത്തെ കഷ്ടം നമ്മളൊന്ന് അനുവദിച്ചു കൊടുക്കുകയാണെങ്കിൽ there are multiple blessings, perfecting, establishing, strengthening, and settling God will grant in your life. അനവധിയായിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് സർവ്വകൃപാലുവായ ദൈവം നമ്മളെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിച്ച് തേജസ്സിനായിട്ട് ഒരുക്കും. May the Lord grant us the grace and give us the strength to bear anything if He feels deemed to allow in our lives. നമ്മുടെ ജീവിതത്തിൽ ദൈവം മനസ്സോട് അനുവദിച്ചു തരുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ തന്നെ വിധേയപ്പെടുത്തി കൊടുത്ത് അനുസരിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. One life, it will soon be past. ആകെ ഒരു ജീവിതം, അത് വേഗം കഴിഞ്ഞു പോകും. What is done for Christ alone will last. ക്രിസ്തുവിന് വേണ്ടി ചെയ്തത് മാത്രം നിലനിൽക്കും. May the Lord's name be glorified. ദൈവനാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ കേട്ടതുപോലെ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാലും നാം ധൈര്യപ്പെടുവിൻ. നമ്മുടെ കർത്താവ് ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മുടെ കഷ്ടതകളെല്ലാം സഹിഷ്ണുതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. ഇയ്യോബിന്റെയും യോസെഫിന്റെയും ദാനിയേലിന്റെയും ദാവീദിന്റെ ഒക്കെ ജീവിതങ്ങൾ നമ്മളൊന്ന് ഓടിച്ചു പോയി. അവിടെ നമ്മൾ വായിച്ചു, ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്, ഒരു പദ്ധതിയുണ്ട് എന്ന വലിയ ഉറപ്പ് നമ്മുടെ കഷ്ടതകളിലും നാം പ്രശംസിക്കുവാനായിട്ട് നമുക്ക് വകയുണ്ട് എന്ന് നാം ഇന്നും ദൈവം പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിച്ച ആ വലിയ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിക്കുകയും മണിപ്പൂരിൻ്റെ അവസ്ഥകളെക്കുറിച്ച് വിവരിക്കുവാനും അതിനുശേഷം അനുഗ്രഹിക്കപ്പെട്ട ധ്യാന ചിന്തകൾ ഞങ്ങളോടൊപ്പം ഷെയർ ചെയ്ത സഹോദരനോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകം ഞങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ റൂഫസ് ഡാനിയൽസ് ബ്രദറും ലിഡിയായും സിസ്റ്ററും തിമോത്തിയോടുമുള്ള പ്രത്യേക സ്നേഹവും അതുപോലെ ഞങ്ങൾ തുടർന്നും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർക്കുന്നതാണ് എന്നുള്ള ഉറപ്പും ഞങ്ങൾ നൽകുന്നു. അതുപോലെ ഈ സാക്ഷ്യവും മെസ്സേജും വളരെ ഭംഗിയായിട്ട് ഒരു തെറ്റുപോലും ഇല്ലാതെ പരിഭാഷപ്പെടുത്തിയ സഹോദരൻ സാം ജോയോടുമുള്ള പ്രത്യേക നന്ദി സ്നേഹവും ഈ സമയത്ത് ഞങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ ഇന്നത്തെ കൂടിവരവിൽ വിവിധ ശുശ്രൂഷകൾ നിർവഹിച്ച എല്ലാ സഹോദരന്മാരോടുള്ള പ്രത്യേക നന്ദി. 2 അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ഞങ്ങളെ സഹായിച്ച സഹോദരൻ പ്രമോദ് എസ് ജോണിനോടുള്ള പ്രത്യേക സ്നേഹവും നന്ദിയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും പാൻഡത്തിന് വേണ്ടിയും ഞാൻ ഈ സമയത്ത് അർപ്പിക്കുന്നു. അതുപോലെ ഓപ്പണിംഗ് പ്രെയർ ചെയ്ത ഞങ്ങളുടെ സഹോദരി എൽസി ആൻറ്റിയോടുള്ള പ്രത്യേക സ്നേഹവും നന്ദിയും ഈ സമയത്ത് അർപ്പിക്കുന്നു. അതുപോലെ ഇപ്പോൾ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളും അനുഗ്രഹിക്കപ്പെട്ട മുന്നറിയിപ്പുകളൊക്കെ കിട്ടി. നാം ഇപ്പോൾ ഈ മീറ്റിങ്ങിൻ്റെ അവസാന ഭാഗത്തിലേക്ക് പോവുകയാണ്. നാം എപ്പോഴും ഓർക്കുക, നമ്മൾ ഹിയറേഴ്സ് മാത്രമല്ല, നമ്മൾ ലെറ്റ് us ബി ഡൂവേഴ്സ് ഓഫ് ദ വേർഡ്. ആ ഒരു ചെറിയ വാക്യത്തോടെ നമുക്ക് ഈ മീറ്റിംഗ് അവസാനിക്കാം. ഇപ്പോൾ ഈ മീറ്റിംഗ് പ്രാർത്ഥനയോടെ നമുക്ക് അവസാനിക്കാം. നമുക്കിപ്പോൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ വേണ്ടി അമേരിക്കയിൽ നിന്നും സിസ്റ്റർ സാറ മാത്യുവിനെ ക്ഷണിക്കുന്നു. ഓവർ ടു യു സാറ ആന്റി. താങ്ക് യു രൂപ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ 62ാമത്തെ ടെസ്റ്റിമോണി മീറ്റിംഗ് കഴിഞ്ഞ 2 മണിക്കൂർ സമയം യാതൊരു ടെക്നിക്കൽ ഡിഫിക്കൽറ്റീസും കൂടാതെ അവിടുന്ന് ഞങ്ങളെ സഹായിച്ച മഹാദയക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ആഴിയിൽ പാതി ഒരുക്കുന്ന ദൈവത്തിന് സ്തോത്രം. നീ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാകയാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിന്നെ നമിക്കുന്നു, വാഴ്ത്തുന്നു, വന്ദിക്കുന്നു. കർത്താവെ, ഞങ്ങൾ നിന്റെ മക്കളാകുവാൻ തക്കവണ്ണം ഈ ഭൂമിയിലേക്ക് വന്ന് നീച മരണം അനുഭവിച്ചു ഞങ്ങളെ നിന്റെ മക്കളാക്കി ആ കാൽവറി ക്രൂശിൽ ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 2 മണിക്കൂർ സമയം ഞങ്ങൾ നിന്റെ സന്നിധിയിലായിരുന്നു. അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്നു. അവളെ ആദ്യോടന്തം ഈ മീറ്റിങ്ങിനെ അവിടുന്ന് തന്നെ അധ്യക്ഷനായിരുന്നു നടത്തിയതോർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും നന്നായി മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ തക്കവണ്ണം സിസ്റ്റർ റൂബിളിനെ സഹായിച്ചതോർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് കൂടുതലായിട്ട് നിന്റെ മകളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും കൂടുതലായിട്ട് നിന്റെ നാമമഹത്വത്തിനായിട്ട് നിലനിർത്തുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഈ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച എൽസി ആന്റിക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു.
കഴിഞ്ഞ 80-ലധികം വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. നിന്റെ നാമമഹത്വത്തിനായിട്ട് പല ഫീൽഡിൽ അവിടുന്ന് എടുത്തു ഉപയോഗിച്ചു. അതിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും കർത്താവ് സഹായിച്ചു കൊള്ളണം, നിലനിർത്തിക്കൊള്ളണം എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയാണ് കർത്താവെ. 2 മധുര ഗാനങ്ങൾ ആലപിച്ച് നിന്റെ മകൻ പ്രമോദിനു വേണ്ടി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ മകനെ കൂടുതലായിട്ട് അനുഗ്രഹിക്കണമേ. അവിടുന്ന് കൊടുത്ത താലന്ത് അവിടുത്തെ നാമമഹത്വത്തിനായിട്ട് ഉപയോഗിക്കുന്നല്ലോ, അതോർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദുഃഖത്തിലും രോഗത്തിലും എല്ലാ അവസ്ഥകളിലും അവിടുന്ന് തന്നെ നല്ലവനായി കൂടെ ഇരുന്ന് സഹായിക്കുന്നതോർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. വളരെ വിപരീതമായ സാഹചര്യത്തിൽ കർത്താവെ, ധാർമ്മികമായി അധപ്പതിച്ച ഒരു സ്ഥലത്ത് പോയി നിന്റെ വേല ചെയ്യുന്ന നിന്റെ മകനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ആ മകന്റെ ടെസ്റ്റിമണി കേൾക്കുവാൻ തക്കവണ്ണം കർത്താവെ, ബ്രദർ റൂഫസിനെ അവിടുന്ന് എടുത്തുപയോഗിക്കുന്നത് ഞങ്ങൾക്ക് കേൾക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തന്ന ഈ പദവിക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് കുടുംബമായിട്ട് അവരെ നിലനിർത്തുന്നത് ഓർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ മകന്റെ ടെസ്റ്റിമണിയും മെസ്സേജസും എല്ലാം വളരെ അനുഗ്രഹപ്രദമായി ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ബ്രദർ സാമിനെ എടുത്തുപയോഗിച്ചതോർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളൊക്കെ ഈ മണിപ്പൂരിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്നാൽ നേരിൽ അവിടെ നടക്കുന്ന വിവരങ്ങളൊക്കെ ഒരു ലിമിറ്റിൽ വെച്ചുകൊണ്ട് തന്നെയെങ്കിൽ ഞങ്ങൾക്ക് കേൾക്കുവാൻ സഹായിച്ചല്ലോ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ആഴിയിൽ പാതി ഒരുക്കുന്ന ദൈവത്തിന് സ്തോത്രം. ചന്ദ്രക് മേശക് അബേന്ദ്രഗോവിനെ അത്തിയിൽ നിന്ന് രക്ഷിച്ച ദൈവം, ദാനിയേലിനെ സിംഹക്കൂട്ടിൽ നിന്ന് രക്ഷിച്ച ദൈവം, വളരെ വിപരീതമായ സാഹചര്യത്തിൽ ഇവരെ കുടുംബമായിട്ട് ഇത്രത്തോളം നിലനിർത്തിയല്ല കർത്താവ്. രോഗത്തിൽ കൂടി കടന്നുപോയി, മരണത്തിനോട് മല്ലടിച്ചു, എങ്കിലും കർത്താവ് ജീവനെ നിലനിർത്തി. അതോർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യമായിരിപ്പീൻ എന്ന് അരുളി ചെയ്ത കർത്താവെ, ഞങ്ങൾ നിനക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. കഷ്ടത സഹിഷ്ണുതയെയും സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടത്തിലും പ്രശംസിക്കുവാൻ തക്കവണ്ണം കൊടുത്തിരിക്കുന്ന ധൈര്യത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. വചനത്തിൽ ഉടനീളമുള്ള പല വിശ്വാസ ധീരന്മാരെ കുറിച്ച് കേൾക്കുവാൻ തക്കവണ്ണം നിന്റെ മകനിൽ കൂടി സഹായിച്ചല്ല കർത്താവെ. ഞങ്ങൾ വളരെ മെസ്സേജ് കേട്ടു. ഞങ്ങൾ ഈ കേട്ട വചനം ഒന്നും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതിരിക്കത്തക്കവണ്ണം അത് ഞങ്ങളുടെ ജീവിതത്തിലും പ്രായോഗികമാക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയാണ് കർത്താവെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം കൂടുതലായിട്ട് അവരെ തുടർന്നും ആ സ്ഥലത്ത് എടുത്ത് ഉപയോഗിക്കണം. ആ സ്റ്റേറ്റിൽ കർത്താവിന്റെ ഒരു നാമം ഉയർത്തി കാണിക്കുന്ന കുടുംബമായിട്ട് അവരെ നിലനിർത്തണം. സിസ്റ്റർ ലിരിയായ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. മകൻ തിമത്തിയുടെ പഠിത്ത കാര്യങ്ങളിൽ കർത്താവ് സഹായിക്കണം. അതിനായിട്ട് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്ന കർത്താവെ, ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുവാൻ സഹായിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കഷ്ടതയോ സങ്കടമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഒന്നും ഒരു പ്രശ്നമാക്കാതെ ആ മുഖത്തേക്ക് മാത്രം നോക്കി ആ പാതകളെ പിന്തുടരുവാൻ തക്കവണ്ണം കർത്താവ് കുടുംബമായിട്ട് അവരെ സഹായിക്കുന്നതോർത്ത് സ്തോത്രം. തുടർന്നും കർത്താവ് നിലനിർത്തണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു കർത്താവെ. ഇത്രത്തോളം കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പാൻഡത്ത് ഫോർ ദ ലിവിംഗ് വേർഡിന്റെ ബിഹൈൻഡ് ദ സീൻ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ഇത് നടത്തിക്കൊണ്ട് പോകുവാൻ തക്കവണ്ണം നിന്റെ മക്കളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പലരും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ ഒന്നും ഞങ്ങൾ അറിയുന്നില്ല, എങ്കിലും കർത്താവ് അറിയുന്നു. അവരെ ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു കർത്താവെ. കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ഇതൊരു അനുഗ്രഹമായിട്ട് ഈ മിനിസ്ട്രിയെ നിലനിർത്തിയിരിക്കുന്നതോർത്ത് വീണ്ടും സ്തോത്രം ചെയ്യുന്നു. പലവിധമായ മിനിസ്ട്രികൾ ഇതിൽ ചെയ്ത എല്ലാവർക്കായിട്ടും സ്തോത്രം. എല്ലാ നല്ല ദാനങ്ങൾക്കായിട്ടും സ്തോത്രം. പറഞ്ഞാൽ തീരാത്ത ദാനം നിമിത്തം സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് സഹായിക്കണം. അവിടെ നിന്ന് രാത്രി വന്നില്ല എങ്കിൽ നിന്റെ നാമമഹത്വത്തിനായിട്ട് ജീവിക്കുവാനും അടുത്ത ദിവസം ഞങ്ങൾക്ക് തരുന്നുവെങ്കിൽ അത് നിന്റെ നാമമഹത്വത്തിനായിട്ട് ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കുറവുകളൊന്നും കണക്കിടരുതേ എന്ന് അപേക്ഷിക്കുന്നു. അടിയന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ വരുവാൻ തടസ്സമായിട്ട് അടിയന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുത്രന്റെ നാമത്തിൽ അത് ക്ഷമിച്ച് കുറവുള്ള ഈ അപേക്ഷ കൈക്കൊള്ളണമേ. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച രക്ഷകന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നതാകയാൽ
കൃപയുണ്ടായിട്ട് കേൾക്കണം പ്രിയ പിതാവേ. ആമേൻ.